പിറ്റേന്ന് രാവിലെ പയ്യനെ കറന്ന് പാല് കുപ്പികളിലാക്കി വളരെ നേരത്തെ ലൂസി കൊച്ചുവേലായുധേട്ടന്റെ കടയിലേക്ക് ഓടി. ഓപ്പനെ കാണണം. പാൽക്കുപ്പികൾ തിരിച്ചു കിട്ടിയിട്ട് ലൂസി ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ട് കൊച്ചുവേലായുധേട്ടൻ ചോദിച്ചു, എന്താണ്ടേ മോളെ, കാശിനാ? തള്ള തിരക്ക് കൂട്ടുണ്ടാവൂല്ലേ? കാശൊന്നും ആയിട്ടില്ല കേട്ടോ. കൊച്ചുവേലായുധേട്ടന്റെ ചായക്കടയും പരിസരവും മുമ്പൊന്നുമില്ലാത്ത വിധം ഒരു സുഗന്ധത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. മനുഷ്യനെ മയക്കുന്ന ഒരു മണം. ചായക്കടയുടെ നടുവിൽ ഒരു പൂ വിരിഞ്ഞതുപോലെ. എന്തുട്ട കൊച്ചുവേലായുധേട്ട ഇവിടെ ഒരു മണം? ചന്ദനത്തിരിയാ? ചന്ദനത്തിരിയാ? പാഷ്ടായി. അത് ഇന്നലെ ഓപ്പം വന്നു പോയെന്റെ മണ കുട്ടിയെ. ലൂസി അതിശയിച്ചു. ഇന്നലെ ഓപ്പൻ വന്നു പോയെന്റെ മണ. മൂക്ക് വിടർത്തി ലൂസി മണം വലിച്ചെടുത്തു. പലതരം മണങ്ങളുണ്ട്. ചായച്ചണ്ടിയുടെ, പലഹാരം വെച്ച അലമാരയിലെ പാറ്റാക്കാട്ടത്തിന്റെ, ചട്നിയിൽ കടുക് വറുത്തിടുന്നതിന്റെ, ചായ ഗ്ലാസുകൾ കഴുകുന്ന വെള്ളം വീണ് ചളി കെട്ടിക്കിടക്കുന്നതിന്റെ, കൊച്ചുവേലായുധേട്ടന്റെ വേർപ്പിന്റെ ഒക്കെ എല്ലാ മണങ്ങൾക്കും മീതെ മുഴങ്ങി നിൽക്കുന്ന ഒരാണിന്റെ മണം ലൂസിക്ക് കിട്ടി. അവളാകെ തളർന്നു. അതാണ് പിന്നീട് കേരളം കുലുക്കി നടന്ന സുപ്രസിദ്ധമായ ബ്രൂട്ട് ഫോർ മെൻ. നീളൻ കഴുത്തിൽ വെള്ളിമടലിട്ട പച്ചക്കുപ്പി. ലൂസി കാത്തു നിൽക്കാൻ തീരുമാനിച്ചു. ഓപ്പൻ വരട്ടെ, കാണാതെ പോകാൻ പറ്റില്ല. ഒഴിഞ്ഞ പാൽക്കുപ്പികളുമായി കൊച്ചുവേലായുധേട്ടന്റെ കടയുടെ പിന്നിൽ കൊച്ചുവേലായുധേട്ടന്റെ ഭാര്യയും പെൺമക്കളും ഇഡ്ഡലി ദോശകൾ ഉണ്ടാക്കുന്നതും നോക്കി ലൂസി നിന്നു. എന്തേ ലൂസിയെ, സമാധാനത്തിൽ ഒന്ന് കാല് കുത്തി നിൽക്കണ്ടല്ലോ? കൊച്ചുവേലായുധേട്ടന്റെ ഭാര്യ വാത്സല്യത്തോടെ ചോദിച്ചു. കാല് എന്താ പട്ടിയെ പോലെ നിർത്താത്ത ഓട്ടാണ് ലൂസിക്ക്. ജീവിതമെന്ന് അവർ തന്റെ പെൺമക്കളെ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു. ലൂസി വെറുതെ ചിരിച്ചു നിന്നു. കൊച്ചുവേലായുധേട്ടന്റെ മൂത്ത മകൾ ദോശ ചുടുന്നതിന്റെ ഭംഗി കണ്ട് ലൂസി അതിശയിച്ചു. ചട്ടുകം പിടിക്കുന്നതിനും ദോശ മറിച്ചിടുന്നതിനും ഒക്കെ എന്തൊരു ഭംഗിയാണ്. ദോശയുടെ മണത്തിൽ ഓപ്പന്റെ മണം മുങ്ങിപ്പോവുമോ? ലൂസി ഇടയ്ക്കിടെ ചായക്കടയിലേക്ക് എത്തി നോക്കി. കാല് കഴിക്കുന്നത് വരെ അവൾ കാത്തു നിന്നിട്ടും ഓപ്പൻ വന്നില്ല. ഓപ്പൻ വരാതാകും തോറും അവനെ കാണാനുള്ള അവളുടെ ആഗ്രഹം കത്തിക്കേറിക്കൊണ്ടിരുന്നു. സമോവറിന്റെ കൊച്ചാടുക്കള വരെ കേൾക്കാൻ തുടങ്ങി. ലൂസി ആകെ അസ്വസ്ഥയായി. 4 പേർ ഇഡ്ഡലി ദോശകൾ കഴിച്ചു പോയിട്ടും ഓപ്പൻ വന്നില്ല. നിരാശപ്പെട്ടു മടങ്ങുമ്പോൾ താൻ സങ്കടക്കടലിലാണെന്ന് ലൂസിക്ക് മനസ്സിലായി. സങ്കടക്കടലിൽ നിന്ന് കരേറാൻ ലൂസിക്ക് പെട്ടെന്നൊന്നും അവസരം കിട്ടിയില്ല. ചെറോണ വാർത്തകൾ ഓരോന്ന് കൊണ്ടുവന്നു കൊടുക്കുമ്പോഴൊക്കെ സങ്കടക്കടൽ കിടന്നിളകി മറിഞ്ഞു. ഓപ്പൻ വന്ന് കടം വീട്ടി, പറമ്പ് വാങ്ങി, നിലം വാങ്ങി, കാറ് വാങ്ങി, പീടികമുറി വാങ്ങി, ദേ വീട് പുതുക്കുന്നു, ദേ പെങ്ങക്ക് കല്യാണാലോചന വരുന്നു, ദേ വലിയ വെട്ടുവഴിയിൽ സ്ഥലം വാങ്ങി രാജകൊട്ടാരം പോലത്തെ വീട് കെട്ടുന്നു. പറഞ്ഞ വിലക്കാണ്, തർക്കല്ല, പെശകലില്ല. തങ്കമ്മേരെ കഴുത്തിൽ 10 പവന്റെ താലിമാല പണിതിട്ട് കൊടുത്തു. ഇനി അമ്മ കഴുത്തിൽ കറുത്ത ചരടുമ്മേ താലി കോർക്കരുത്. ഇത്രയൊക്കെ കേട്ടാൽ ലൂസിയെ പോലൊരു പെൺകുട്ടിയിൽ നിന്ന് ഓപ്പൻ അകന്നകന്നു പോകേണ്ടതല്ലേ? പക്ഷെ ഓരോ വാർത്ത വരുമ്പോഴും ലൂസി ഓപ്പനെ അള്ളിപ്പിടിച്ചു. ബ്രൂട്ടിന്റെ മണം കൊച്ചുവേലായുധന്റെ ചാരക്കടയും കടന്ന് ചന്തയിലും പള്ളിയിലും കോപ്പറേറ്റീവ് ബാങ്കിലും സ്കൂളിലും അങ്ങാടികളിലും നിറഞ്ഞു പരന്ന് മറിയപുരമാകെ മുങ്ങി തുടങ്ങിയതായി ലൂസിക്ക് തോന്നി. അവൾക്ക് നിൽക്കക്കള്ളിയില്ല. മറിയപുരത്ത് ആർക്കും നിൽക്കക്കള്ളി ഉണ്ടാവില്ല. ലൂസി അത് വിട്ടുകളയാൻ ശ്രമിച്ചു. ഒരു മണത്തിന്റെ പിന്നാലെ പായാൻ ലൂസിക്ക് പ്രാന്തുണ്ടോ? ആലോചിച്ചു നോക്കിയാൽ പിന്നാലെ പായാൻ ലൂസിക്കും വേണ്ടേ എന്തെങ്കിലും? മറിച്ചും തിരിച്ചും ലൂസി ആലോചിച്ചു. പിന്നാലെ പായുന്നത് എന്തിന്? ഒരിടത്ത് ഉറച്ചു നിന്നുകൂടെ? ഇളക്കമാണ് ഇളക്കം. ദേഹമാകെ ഇളകുന്നു, മനസ്സാകെ ഇളകുന്നു, തുള്ളുന്നു. നിൽക്കക്കള്ളിയില്ല. മറിയാപുരത്ത് ബ്രൂട്ട് പരന്നു കഴിഞ്ഞു. അതിന്റെ വശീകരണത്തിൽ പെട്ടുകഴിഞ്ഞു. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അവളെ കോട്ടി വലിച്ചുകൊണ്ട് 2 ദിവസത്തിൽ പലതവണ ബ്രൂട്ടിന്റെ അലകൾ കടന്നു പോകും. ഇതിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല. മറിയാപുരം വിട്ടുപോകണം. പക്ഷേ ലൂസി എവിടെ പോകും? ചെറോണ പറഞ്ഞു. ഓപ്പന് ദിവസേന കല്യാണാലോചനകളുടെ തിരക്കാണ്. എവിടെ നോക്കിയാണ് ആലോചനകൾ വരുന്നത്? എറണാകുളം, കോട്ടയം, കൊല്ലം, കോഴിക്കോട്. ചെറോണ എല്ലാ ജില്ലകളുടെ പേരും പറഞ്ഞു. ഓപ്പന് പൊന്നും പണവും
ഒന്നും വലിയ കാര്യമല്ല. കൈപ്പുണ്യുള്ള പെണ്ണിനെ കിട്ടണം. ഭയങ്കര തീറ്റക്കൊതിയനാണ് ഓപ്പൻ. കൊടംപുളിയിട്ട് മീൻ വറ്റിക്കാൻ അറിയണ പെണ്ണ് വേണം. ലൂസിയുടെ നെഞ്ചിന് തീ പിടിച്ചു. ഓപ്പൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ലൂസി കൊടംപുളിയിട്ട് മീൻ വറ്റിച്ചാൽ കൂട്ടുന്നവർ വിരൽ കടിച്ചു പോകും എന്ന് മറിയാപുരത്ത് പ്രസിദ്ധമാണ്. പിന്നെങ്ങനെ ലൂസി ആളി കത്താതിരിക്കും? ചെറോണയുടെ തൊയ്രക്കേട് കൊണ്ടാണ് ബ്രിജിത്ത ഓപ്പന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചത്. ബ്രിജിത്തയുടെ ഭാവത്തിന് കൊള്ളി വിറ്റു നടന്ന തങ്കമ്മയുടെ വീട്ടിൽ പോവുക എന്നത് പത്താന്തരമാണ്. പക്ഷെ ചെറോണയുടെ വിവരണം പകപ്പുണ്ടാക്കുന്നതായിരുന്നു. ബ്രിജിത്തയ്ക്ക് സഹിച്ചില്ല. ഒന്നാ പോയി കാണണേൽ എന്തുട്ടാ തെറ്റ്? മറിയാരത്തുള്ള മഹാജനം മുഴുവനും അവന്റെ വീട്ടിലുണ്ട്. ഒന്നാ ചോദിച്ചാ 10 കൊടുക്കും, 10 ചോദിച്ചാ 100 എടുത്ത് തരും. കൂട്ടര് കൂടലും കള്ളൂടി സിനിമയ്ക്ക് പോക്കും സീക്രട്ട് വലിയും തന്നെ. എന്തോരം കാശാ കളയണേന്ന് പറഞ്ഞാൽ തീരില്ല. ഞാൻ പറഞ്ഞു, മോനെ ഇട്ടിരിക്കാൻ മുതല് ഉണ്ടെങ്കിൽ ഇരുന്നുണ്ടാ തീരൂട്ടോ. ആറ്റിൽ കളഞ്ഞാലും അളന്നാ കളയണ. കണക്കെഴുത്തുകാരൻ്റെ വീട്ടിൽ വറക്കലും പൊരിക്കലും കണക്കെടുത്ത് നോക്കുമ്പോൾ കരച്ചിലും പിഴിച്ചിലും എന്ന് പറഞ്ഞോണം ആവരുത്. എവിടെ അവനൊക്കെ ഒരു തമാശയാ. കാശ് വരും പോവും. ഭയക്കരുതെന്നാ അവൻ പറയണേ. എന്നാ പിന്നെ കാശിന് ഇത്ര വിലയില്ലാത്ത ഓപ്പനെ ഒന്ന് കാണുക തന്നെ എന്ന് ബ്രിജിത്ത തീരുമാനിച്ചു. അങ്ങനെയുണ്ടോ മനുഷ്യര്? ഓപ്പനെ കാണാൻ പോകാൻ ബ്രിജിത്ത ഒരുങ്ങുന്നത് കണ്ട് ലൂസി അത്ഭുതപ്പെട്ടു. അലക്കി തേച്ച മുണ്ടുമുറിയും കുപ്പായവും ഇട്ട് കസവ് കരയുള്ള ഹാഫ് സാരി ചുറ്റി പച്ചക്കല്ല് വെച്ച സ്വർണ്ണ ബ്രൂച്ച് കുത്തി ഇടത്തെ കൈയിൽ 8 സ്വർണ്ണവള, പവിഴം വെച്ച മോതിരം, പച്ചക്കല്ല് വെച്ച മോതിരം, വലത്തെ കൈയിൽ കല്ല് വെക്കാത്ത ഉരുള മോതിരം, കനത്ത കൈച്ചയൻ, കാതില് നവരത്നക്കമ്മല്, കഴുത്തില് മുല്ലമൊട്ടുമാല, 2 ഇഴ മണിമാലയും. ലൂസി കണ്ണു തുറിച്ച് വായ പൊളിച്ചു നിന്നു. ബ്രിജിത്ത പറഞ്ഞു, വാരി വലിച്ച് പണ്ടം കെട്ടണത് എനിക്കിഷ്ടല്ല. ബ്രിജിത്ത പെട്ടി തുറന്ന് മുല്ലപ്പൂവിന്റെ മണമുള്ള സെന്റ് പൂശി. ലൂസിക്ക് തല കറങ്ങി. ബ്രിജിത്ത വെല്ലുവിളിക്കുന്ന ഒരു ചിരിയോടെ അവളെ നോക്കി. നീ വിചാരിക്കുണ്ടാവും എൻ്റെ കാലം വേഗം കഴിഞ്ഞു കിട്ടിയ ഈ സ്വത്തൊക്കെയാ കിട്ടൂലോ, സുഖമായിട്ട് ജീവിക്കാലോ എന്നൊക്കെ. അതൊന്നും സ്വപ്നം കണ്ടാട്ടാ. എൻ്റെ സകലമാന സ്വത്തുക്കളും എൻ്റെ ആങ്ങളുടെ മകൾക്കുള്ളതാണ്. അവർക്ക് വേണ്ടെങ്കിൽ അനാഥശാലയ്ക്ക് എഴുതി കൊടുക്കും ഞാൻ, നോക്കിക്കോ. ബ്രിജിത്ത അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങിയപ്പോൾ ലൂസി പോലും അതിശയിച്ചു പോയി. എന്തൊരു ഭംഗിയുള്ള തള്ളമണവാട്ടി! വെള്ളിച്ചുറ്റുള്ള വടി, സ്വർണ്ണ കണ്ണട, നടക്കുമ്പോൾ കരയുന്ന തുകൽ ചെരിപ്പ്, ചെറോണ പിന്നാലെ. ബ്രിജിത്ത വെയിലത്തേക്ക് ഇറങ്ങിയപ്പോൾ കോഴിമുട്ടയുടെ വെള്ള കൂട്ടിത്തേച്ച കസവ് കരകൾ വെട്ടിത്തിളങ്ങി. പടി കടന്നു പോകുമ്പോൾ ലൂസിയുടെ വള്ളിമുല്ലയിൽ നിന്ന് ഒരു പൂവെടുത്ത് ബ്രിജിത്ത മുടിക്കെട്ടിൽ തിരുകി. കോവൽ വള്ളികൾ വകഞ്ഞു മാറ്റി ലൂസി ആ പോക്ക് ഒളിച്ചു നിന്നു കണ്ടു. ലൂസി ഉണ്ണിപ്പിണ്ടി അരിഞ്ഞ് വെള്ളത്തിലിട്ട് നൂലെടുക്കുകയായിരുന്നു. 4 ഭാഗത്തേക്കും പടർന്ന വലിയ 2 മുള്ളുകൾ ചുറ്റിച്ചാണ് നൂലെടുക്കുന്നത്. നൂലെടുത്തു കഴിഞ്ഞ് മുള്ളുകൾ കഴുകി വൃത്തിയാക്കി ഇറക്കോലിൽ തിരുകി വെക്കുമ്പോൾ നാനാഭാഗത്തേക്കും പരന്ന് പരന്ന് മുല്ലപ്പൂമണം ഇല്ലാതായി. ഒരു മുല്ലപ്പൂവിനും ബ്രൂട്ട് പോലെ മറിയാപുരത്തെ കീഴടക്കാൻ ആകില്ല. ബ്രിജിത്ത ഇല്ലാത്ത വീടിന്റെ ഏകാന്തതയിലേക്ക് കടന്നപ്പോൾ കൈ രണ്ടും വിരിച്ചു പിടിച്ച് പെരുവരിൽ നിന്ന് വട്ടം കറങ്ങാനാണ് ലൂസിക്ക് തോന്നിയത്. സന്തോഷം സഹിക്കാൻ വയ്യാതെ ലൂസി കോഴിയെ പോലെ കൂവി. കൊക്കരക്കോ കോ, ആടിനെ പോലെ കരഞ്ഞു. ഇമ്പേ ഇമ്പേ. ആടുകളും കോഴികളും ജനലിലൂടെ എത്തി നോക്കി. എന്തു പറ്റി നമ്മുടെ ലൂസിക്ക്? പെരുവിരലിൽ വട്ടം കറങ്ങി കറങ്ങി ലൂസി അടുക്കളയിലെത്തി. മലയാള പദ്യം ഉറക്കെ ചൊല്ലി. ഉള്ളിയും മുളകും ചതച്ചു. എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു. ഉല്ലാസമീ നീണ്ട കൂകൂരവത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. തെക്കുന്നല്ല, പഠിക്കെന്നാണ് വായു വീശിയത്. പുഷ്പഗന്ധമല്ല, ബ്രൂട്ട് ബ്രൂട്ട്. ലൂസി ഉള്ളിയും മുളകും മറന്ന് ഉമ്മറത്തേക്ക് ഓടി. ബ്രിജിത്ത പടി കടന്നു വരുന്നു. പിന്നാലെ ചെറോണ. ലൂസി പിന്തിരിഞ്ഞു. ബ്രിജിത്ത ഉമ്മറത്തേക്ക് കയറിയപ്പോൾ മനം മയങ്ങി താൻ വീണു പോകുമെന്ന് ലൂസിക്ക് തോന്നി. ഓപ്പന്റെ വീട്ടിലൊന്ന് പോയി വന്നാൽ ഇത്രയും മണമോ? അപ്പോൾ ഓപ്പൻ തന്നെ കടന്നു വന്നാൽ? ലൂസിയുടെ ആലോചനയുടെയും അപ്പുറത്തായിരുന്നു ആ മണം.
പോയ ബ്രിജീത്തയുടെ ഊശിലൊന്നും വന്ന ബ്രിജീത്തയ്ക്ക് കണ്ടില്ല. കുശുമ്പ് കൊണ്ട് മോന്ത ചുങ്ങിയാണ് വന്നത്. ഡിയേ ലൂസിയെ വെക്കിരി ഇമ്മടെ റേഡിയ ഓർക്കിയ വെക്ക്, ആൾക്കാരാ കേക്കട്ടെ. ലൂസിക്ക് കാര്യം മനസ്സിലായില്ല. ചലച്ചിത്രഗാനം കേൾക്കാൻ വേണ്ടി പരിപാടി കഴിയുന്നത് വരെ കരഞ്ഞാലും റേഡിയോ വെച്ചു തരാത്ത ആളാണ്. ഇപ്പൊ എന്തു പറ്റി? ചെവി പൊട്ടിത്തെറിക്കുന്ന ഒച്ചയിലാണ് റേഡിയോ വെച്ചിരിക്കുന്നത്. ഉള്ളിയും മുളകും ചതയ്ക്കുമ്പോൾ ഓപ്പന്റെ വീട്ടുകാരെ ചീത്ത പറഞ്ഞുകൊണ്ട് ബ്രിജീത്ത അടുക്കളയിലേക്ക് വന്നു. ലൂസി അമ്മിയിൽ കുത്തുന്നതിന്റെ താളത്തിനൊപ്പിച്ചാണ് ചീത്ത പറച്ച്. ആ മാർക്കം കൂടി ഡും, കലമൂറി ഡും, പ്രാന്തത്തി ഡും. എന്താ അവളുടെ ഒരു നഗളം ഡും ഡും ഡും. മുളക് ചതക്കൽ കഴിഞ്ഞിട്ടും ചീത്ത പറച്ചിൽ തുടർന്നു. നിലത്തൊന്നും അല്ല അവള് നിക്കണേ, കാലുമ കാല് ഏറ്റിട്ടുള്ള ഇരിപ്പാ കണ്ടാ മതി. എങ്ങാണ്ട് തെണ്ടി തിരിഞ്ഞ് ചെക്കൻ വന്നതിന്റെ നഗളം. തൂറാത്തവളുടെ ഇടപാട് ആ പെൺകുട്ടികളുടെ നകള. മലന്നുള്ള ഒരു കിടപ്പും ചിരിയും മതിയും. അയ്യേ, എനിക്ക് അറച്ചു. ഞാനും വളർത്തുന്നുണ്ട് ഈ ഒരു പെൺകുട്ടീനെ. ഇതേവരെ അവള് മലന്ന് കിടക്കണത് ഞാൻ കണ്ടിട്ടില്ല. കണ്ട അന്ന് ഞാൻ വെട്ടിക്കൊല്ലും, അറിയാ. ലൂസിക്ക് ചിരി വന്നു. എത്ര പ്രാവശ്യം അവള് മലർന്നു കിടന്നിരിക്കുന്നു. ഇരുമ്പു ചീനച്ചട്ടിയിൽ ഉള്ളിയും മുളകും മൊരിഞ്ഞു വന്നു. ഉണ്ണിപ്പിണ്ടി കൂട്ടാൻ ചീനച്ചട്ടിയിലേക്ക് ചൊരിഞ്ഞ ഒച്ചയിൽ ബ്രിജീത്ത പറഞ്ഞ കുറെ കാര്യങ്ങൾ ലൂസിക്ക് കേൾക്കാൻ പറ്റിയില്ല. പിന്നെ കേട്ടതാവട്ടെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അകത്ത് കക്കൂസ പണിയണെന്ന്. ഹയ്യയ്യേ, അടുക്കളയിലാ പണിതോട്ടെ. സഹിക്കാൻ പറ്റാത്ത കുശുമ്പോടെ പറഞ്ഞു. നീ ഒന്നാ നിർത്തിയരി ചൊറോണേ. എനിക്ക് കേക്കണ്ട ആ മാർക്കം കൂടിയോളുടെ കാര്യം. അടുത്ത കാലത്തൊന്നും ബ്രിജീത്തയെ ഇങ്ങനെ നിരാശപ്പെട്ടു കണ്ടിട്ടില്ല ലൂസി. ജീവിതത്തിൽ ആദ്യമായി ബ്രിജീത്ത ഉണ്ണിപ്പിണ്ടിത്തോരൻ കൂട്ടിയില്ല. ഒരേ വിഷാദം, ഒരേ വെറി. ഒരാഴ്ച കഴിഞ്ഞൊരു ദിവസം ലൂസി സ്കൂള് വിട്ടു വരുമ്പോൾ 4 ആണുങ്ങൾ വീട്ടിലുണ്ട്. ഇതാരാ മോളാ? അവരിൽ ഒരാൾ ചോദിച്ചു. അല്ല, ഇവിടുത്തെ പണിക്കാരിയാ, ബ്രിജീത്ത കനപ്പിച്ചു പറഞ്ഞു. ലൂസിക്ക് നെഞ്ചിലൊരു വേദന പാളുന്നത് പോലെ തോന്നി. അവൾ ചുവരിലേക്ക് ചാരി. കണ്ണിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്ത പോലെ ഒരു ശൂന്യത അവൾ അറിഞ്ഞു. നെഞ്ചിലെ വേദനയെ ലൂസി വേഗം മറികടന്നു. അകത്ത് 100 കൂട്ടം പണികളുണ്ട്. ആണുങ്ങൾ ബ്രിജീത്തയുടെ മുറിക്കകത്തേക്ക് കടന്നു. കട്ടിലും മേശയും വലിക്കുകയും നീക്കുകയും ചെയ്യുന്നു. ലൂസി അവർ പറയുന്നത് കേൾക്കാൻ കാതു കൂർപ്പിച്ചു. ബ്രിജീത്ത അകത്ത് കക്കൂസുണ്ടാക്കുന്നു. അവർ 4 ആളും അതിന്റെ പണിക്കാരാണ്. ലൂസിക്ക് നല്ല തമാശ തോന്നി. തമാശ തോന്നി. പിറ്റേ ഞായറാഴ്ച മീൻകാരി ചക്കിപ്പെണ്ണ് നല്ല നെയ് മുറ്റിയ അയക്കൂറ കൊണ്ടുവന്നു. ജോറായിട്ടാ വറ്റിക്ക്, ബ്രിജീത്ത കൽപ്പിച്ചു. ലൂസിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും കാശ് കൊടുത്ത് ഇത്രയും വലിയ വിലയുള്ള മീൻ ബ്രിജീത്ത വാങ്ങുന്നോ? ലൂസി ചിലത് മണത്തറിഞ്ഞു. ചൊറോണ സൂചിപ്പിക്കുകയും ചെയ്തു. ബ്രിജീത്ത ഓപ്പനെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഓപ്പന്റെ വീട്ടിൽ വറുത്ത കരിമീനിന്റെ വലിപ്പം പറഞ്ഞ് ഓപ്പന്റെ അമ്മ ഒരുപാട് നകളിച്ചിരുന്നു. അതിന്റെ പകരം വീട്ടാനാണ് അയക്കൂറ. വറുക്കാൻ കൈത്തണ്ട കനമുള്ള ബ്രാല്. ചെത്തുകാരൻ കുട്ടപ്പനോട് 4 കുടം കള്ളാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അത് കൊണ്ടുവന്ന് മൂലക്കൽ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് നുരഞ്ഞ് പിറുവിറുക്കുന്നുണ്ട്. ലൂസിക്ക് മേലാകെ വിറച്ചിട്ട് മീൻകറി മോശമാകുമോ എന്ന് പേടിയായി. ഇഞ്ചിയും പച്ചമുളകും അരിയുമ്പോൾ കൈ മുറിഞ്ഞു. കൊടംപുളിയുടെ അളവിൽ സംശയം വന്നു. മുളകും മല്ലിയും മഞ്ഞളും വെണ്ണ പോലെ അരച്ചെടുത്ത ഉരുള മൺചട്ടിയിൽ അയക്കൂറ കഷ്ണങ്ങളുടെ മേൽ വെച്ച് ലൂസി മാറി നിന്നു നോക്കി. നിറം ശരിയായോ? പേടിക്കാനൊന്നുമില്ലെന്ന് ലൂസിക്ക് തോന്നി. ലൂസി എങ്ങനെ വെച്ചാലും കറി നന്നാവും, അതൊരു വിശ്വാസമാണ്. ലൂസി മുളകരയ്ക്കുമ്പോൾ ബ്രിജീത്ത മേൽനോട്ടത്തിന് വന്നു നിന്നു. അരയിലാണ് കറി, ബ്രിജീത്ത ഓർമ്മിപ്പിച്ചു. ബ്രിജീത്ത ജീവിതത്തിൽ എന്തെങ്കിലും മുളകരച്ചിട്ടുണ്ടോ? മുളകരച്ച് കൈ നീറിയിട്ടുണ്ടോ? ആദ്യമായി മുളകരച്ച് കുഞ്ഞിക്കൈ നീറിയ 6-ാം വയസ്സ് മുതൽക്കുള്ള എല്ലാ മുളകരയ്ക്കലും ലൂസി ഓർക്കുന്നു. അന്ന് കൈ നീറി ഊതി നടന്നു. സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നുമ്പോൾ കൈ കുടഞ്ഞു. പച്ചവെള്ളത്തിൽ മുക്കി വെച്ചു. പുറത്തെടുക്കുമ്പോൾ പൊള്ളൽ ഇരട്ടിച്ചു. ഊതി കരഞ്ഞു എപ്പോഴോ ഉറങ്ങി. ആ ദിവസം ലൂസി ഒരിക്കലും മറക്കില്ല. പിന്നെ നീറ്റം കുറഞ്ഞു വന്നു. കൈക്ക് അത് ശീലമായി. കുറച്ച് വെളിച്ചെണ്ണ പുരട്ടും, അത്ര തന്നെ.
ലൂസിക്ക് ഓർമ്മ വെച്ചതിൽ പിന്നെ ഒരിക്കലും ബ്രിജീത്ത മുളകരയ്ക്കുന്നത് ലൂസി കണ്ടിട്ടില്ല. ഒരു കുപ്പി കള്ളൊഴിച്ച് വട്ടയപ്പത്തിന് മാവ് കുഴച്ചു വെച്ചിരുന്നത് നല്ല പോലെ വീർത്തു വന്നു. പൊങ്ങി വന്ന പത കോരിയെടുത്ത് ലൂസി ആവിയിൽ വേവാൻ വെച്ചു. കറുത്ത പൂവനെ കൊന്ന് കറി വെക്കാനും ബ്രിജീത്ത കൽപ്പിച്ചു. ലൂസിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ്, കോഴിയെ കൊല്ലുക. ഒരു തവണ ചാവുന്നതിനിടയിൽ കുറേശ്ശെയായി ലൂസി പല തവണ അതിനെ കൊന്നിരിക്കും. ഒരിക്കൽ പോലും മുഴുവനായി കോഴിയെ കൊല്ലാൻ ലൂസിക്ക് കഴിഞ്ഞിട്ടില്ല. പാതി ചത്ത കോഴി ചാടി തെറിച്ചു പോകുന്നത് കണ്ട് ലൂസി നടുങ്ങിയിട്ടുണ്ട്. ചൊറോണ വേഗം വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂട്ടിൽ കിടക്കുന്ന കറുത്ത പൂവന് വേണ്ടി ലൂസി മുളകരച്ചു. ചെത്തുകാരൻ കുട്ടപ്പേട്ടനാണ് കോഴിയെ കൊന്നുകൊടുത്തത്. പണിക്കത്തിയിൽ ചോരയാക്കില്ലെന്നും പറഞ്ഞ് കുട്ടപ്പേട്ടൻ അരനിമിഷം കൊണ്ട് കറുത്ത പൂവന്റെ കഴുത്ത് പിരിച്ചു കൊന്ന് ലൂസിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. കാതു പൊത്തി കണ്ണിറുക്കി അടച്ചു നിൽക്കുന്ന ലൂസിയുടെ കാൽക്കലാണ് കറുത്ത പൂവൻ വന്നു വീണത്. ലൂസി സ്വയം ശപിച്ചു. കറുത്ത പൂവൻ നല്ല ഇളം പ്രായമായിരുന്നു, നെയ് മുറ്റിയിരുന്നു. കോഴിക്കറിയുടെ മണം മറിയാപുരം മുഴുവനും പരന്നു. എനിക്ക് വേണ്ട, ഞാൻ കൂട്ടില്ല, ലൂസി പിറുപിറുത്തു. അടുക്കളയിൽ പൊരിഞ്ഞു പണിയെടുക്കുമ്പോഴും ലൂസിയുടെ കണ്ണ്, ലൂസിയുടെ മൂക്ക്, ലൂസിയുടെ കാത് വേലിക്കുമീതെ കൂടി വഴിയിലേക്ക് പറന്നുകൊണ്ടിരുന്നു. വരണുണ്ടോ വരണുണ്ടോ? ലൂസിയുടെ വേലിയിൽ ഒരുപാട് വേലിച്ചെടികളുണ്ട്. ആടലോടകം, ഒടിച്ചുകുത്തി, മുഞ്ഞ, നീരോലി, കൊങ്ങിണി, പച്ചിലകളുടെ ആ ഉത്സവത്തിന് മീതെയാണ് കോവൽ പടർന്നു കിടക്കുന്നത്. പണികൾക്കിടയിൽ ഓടിച്ചെന്ന് അവൾ കോവൽ വള്ളികൾ വകഞ്ഞു മാറ്റി. ഉള്ളു തിളച്ചു മറിയുന്നത് ബ്രിജീത്ത അറിയരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു. കുളി കഴിഞ്ഞ് മുടി വിടർത്തിയിട്ട് ലൂസി വേലിക്കരികിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ചൊറോണ വന്നത്. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഓപ്പന് നിന്നെ പിടിക്കും. അവന് നീളമുള്ള മുടി ഇഷ്ടാ. നിന്റെ മുടിക്ക് നീളമുണ്ട്, ഉള്ളുണ്ട്, ഇത്തിരീശ ചുരുണ്ടിട്ടുമാണ്. അങ്ങടും ഇങ്ങടും ഇഷ്ടായ പിന്നെ ദേവേന്ദ്രന്റെ അപ്പൻ കോന്തിക്കുറുപ്പ് വിചാരിച്ചാലും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നല്ലോണം പ്രാർത്ഥിച്ചോളോ ലൂസി മോളെ. ഈ ഒരു തള്ളയില്ലാത്ത കുട്ടിയല്ലടി. ചൊറോണയും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാ. എനിക്കും എന്റെ ശങ്കരനും നിന്റെ കാര്യത്തിന് ദുഃഖ. ലൂസി പ്രാർത്ഥിച്ചില്ല. കാര്യത്തോടടുക്കും തോറും ലൂസിക്ക് എന്തോ ഒരു പുളി. ഓപ്പൻ എങ്ങനെയായിരിക്കും കാണാൻ കൊള്ളില്ലെങ്കിൽ കെട്ടാനൊന്നും ലൂസിക്ക് തോന്നില്ല. ചെറോണ പറഞ്ഞു, ഓപ്പനാ കിണ്ണം കാച്ചി ചെക്കനാ. എത്ര കിണ്ണം കാച്ചി ആയാലും സേതുവിൻ്റെ അത്രയ്ക്ക് വരുമോ? ലൂസിക്ക് സംശയമുണ്ട്. ഒരൊറ്റ നോട്ടമേ സേതു അവളെ നോക്കിയിട്ടുള്ളൂ. അനേക വിദൂര ലോകങ്ങൾ പെട്ടെന്ന് തുറന്നു കിട്ടിയതുപോലെ ഒരനുഭവമായിരുന്നു അത്. പിന്നീടുള്ള ലൂസിയുടെ ഏകാന്ത സഞ്ചാരങ്ങൾ പലതും ആ ലോകങ്ങളിലേക്കായിരുന്നു. അതുപോലൊരു നോട്ടം കൊണ്ട് ലൂസിയെ ഭൂലോകം കാണിക്കാൻ ഇനി ആർക്കും കഴിയില്ല, ഉറപ്പാ. ഏതു സേതു? ചൊറോണ ചോദിച്ചു. ലൂസി മറുപടി പറഞ്ഞില്ല. ചൊറോണ ലൂസിയെ സംശയിച്ചു നോക്കി. അപ്രാന്തചക്കനാ? ലൂസി അതേ എന്ന് തലയാട്ടി. കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുമ്പിക്കട തൂണിയും കോണം ഇല്ലേണ്ട ഓടിയ ചെക്കനാ. ലൂസി മിണ്ടിയില്ല. അതെന്തൊരു നാണക്കേടായിരുന്നു. ചെറോണ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ പശുത്തൊഴുത്തിനും ആട്ടിൻകൂടിനും ഇടയിലുള്ള മുരിങ്ങ മരങ്ങൾക്കിടയിലൂടെ ലൂസി ദൂരേക്ക് നോക്കി നിന്നു. നൂൽബന്ധമില്ലാതെ ചക്രവാളത്തിലേക്ക് ഓടുന്നു. എന്തു പുണ്യം കിട്ടാൻ! തുണി ഉടുക്കാതെ അരമയിൽ ഓടുമെന്നാണ് സേതു പ്രഖ്യാപിച്ചത്. സൊറായി സ്കൂളിന്റെ അവിടുന്ന് റോമാക്കാരുടെ പള്ളി വരെ കുട്ടിന് കുട്ടുമണിയുമുണ്ട്. ആരും അത് വിശ്വസിച്ചില്ല. ചെത്തു ഞാൻ രണ്ടിൻ്റെയും. PT പീറ്റർ മുന്നറിയിപ്പ് കൊടുത്തു. ലൂസി ആടുകളോട് ചോദിച്ചു, ഇതൊക്കെ എന്തിന്റെ കേടാ? ചുട്ട പെട കിട്ടാത്തേന്റെയാ? ആടുകൾക്ക് അതേ അറിയൂ. ആ ദിവസങ്ങളിൽ എന്തെന്നില്ലാത്ത ഒരു ഉത്കണ്ഠ, മനോവേദന ലൂസി കൊണ്ടു നടന്നു. ചോറുണ്ണാൻ പറ്റുന്നില്ല, ഒരിടത്ത് ഇരിക്കാനും പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല, നെഞ്ചിന്റെ വിങ്ങൽ ആരോടും പങ്കുവെക്കാൻ പറ്റുന്നില്ല. സേതുവും കുട്ടുമണിയും നട്ടുച്ച നേരത്ത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുമ്പിൽ പോയി നിന്നു. സ്കൂളിന്റെ മുന്നിൽ PT പീറ്റർ രാവിലെ 8 മുതൽക്ക് കാവലായിരുന്നു. കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് വരുന്നവരും പോകുന്നവരും ഒന്നും ഈ 2 ചെക്കന്മാരെ തിരിഞ്ഞു നോക്കിയില്ല. സേതു ഷർട്ട് അഴിച്ചു, കുട്ടുമണിയും ഷർട്ട് അഴിച്ചു. ആരും ശ്രദ്ധിച്ചില്ല. 2 ചെക്കന്മാർ നിന്ന് ഷർട്ട് അഴിക്കുന്നു. അതിന് ഞങ്ങളെന്ത് വേണം?
സേതു ബനിയൻ ഊരി, കുട്ടമണിയും ബനിയൻ ഊരി. ഊരിക്കോ? ആളുകൾ അവരുടെ വഴിക്ക് പോയി. ആഹാ, എന്നാ കണ്ടോ? സേതു മുണ്ടും അഴിച്ചു, കുട്ടമണിയും അഴിച്ചു. അടിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റ ഓട്ടം. കോപ്പറേറ്റീവ് ബാങ്ക് കിടുങ്ങി. ആളുകൾ, തൂണുകൾ, കടകൾ, കവലകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പള്ളി, അമ്പലം, സർവേക്കല്ല് ഒക്കെ സ്തംഭിച്ചു. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോകുന്നത് കണ്ട് മുണ്ടുടുത്തവരെല്ലാം കൂടി കുത്തുകൊടുത്തു നിർത്തി. ഇതാ ഓടുന്നു 2 പൂർണ്ണ നഗ്നന്മാർ. ബസ്സുകൾ സൈഡ് ഒതുക്കി കൊടുത്തു. ആളുകൾ വിനയത്തോടെ നോക്കി നിന്നു. പള്ളിനട വരെ സേതുവും കുട്ടമണിയും വായു വേഗത്തിലാണ് ഓടിയത്. ഓടി അണച്ചു നിന്നപ്പോൾ 2 ചെക്കന്മാരും തുറന്നു കാണിക്കാൻ ആഗ്രഹിച്ച വസ്തുക്കൾ പൊത്തിപ്പിടിച്ചിരുന്നു. അത് ഓടുമ്പോൾ കാട്ടാനുള്ളതാണ്, നിൽക്കുമ്പോഴല്ല. പള്ളി നടക്കൽ പുത്തൻ ഡബിൾ മുണ്ടും പൂച്ചെണ്ടുകളുമായി സംഘാടകർ കാത്തു നിന്നിരുന്നു. മറിയാപുരത്തെ ആദ്യത്തെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബായ യങ് ഇന്ത്യയാണ് സംഘാടകർ. സേതു മുണ്ടുടുത്തു, നരങ്ങാവെള്ളം കുടിച്ചു. കുട്ടമണിയും അതെ. 2 ആളും പൂച്ചെണ്ടുകൾ വാങ്ങി കൂവിക്കൊണ്ട് ആകാശത്തേക്ക് എറിഞ്ഞു. അത് ഇലക്ട്രിക് കമ്പികളിൽ കുടുങ്ങി. ഇന്നും എന്നും അതിലെ കടന്നു പോകുമ്പോൾ ആ കരിഞ്ഞ പൂച്ചെണ്ടുകൾ നോക്കി ലൂസി മനോവേദന അനുഭവിക്കും. സേതുവും കുട്ടമണിയും വീരന്മാരായി. സ്കൂൾ വിടുന്നതിന് അരമണിക്കൂർ മുമ്പ് 2 ആളും കൂടി മുണ്ടുമുടുത്ത് പടി കടന്നു ചെന്നു. കുട്ടികൾ കൂവി. സേതു ചിരിച്ചു. ലൂസി നടുങ്ങി. സേതു ഓടിയത് ലൂസി കണ്ടില്ല. പക്ഷെ അവൾക്കതിന്റെ വിശദാംശങ്ങൾ വരെ അറിയാമെന്ന് തോന്നി. താൻ തന്നെയാണ് ഓടിയത് എന്ന തോന്നലോടെയാണ് ലൂസി ഓരോ തവണയും ചൂളുന്നത്. ദേ വരുന്നുണ്ടേ ലൂസി മോളെ. ചൊറോൺ അവളെ തോണ്ടി വിളിച്ചു. എന്നിട്ട് എണീറ്റ് ഓടി. ഓർക്കാപ്പുറത്ത് അടപ്പ് തെറിച്ചു പോയ പോലെ ബ്രൂട്ടിന്റെ മണം ഇരച്ചു വന്നു.